ഹലോ, എല്ലാവർക്കും അടുക്കളക്കൂട്ടിലേക്ക് സ്വാഗതം. അടുക്കളക്കൂട്ട് ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ബ്രെഡ് സോസേജ് സാൻഡ്വിച്ച് ആണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്സ് ആണ്. ഇഫ്താറിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അതിനു വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് ബ്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏത് ബ്രെഡ് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ സാദിയയുടെ ചിക്കൻ ഫ്രാങ്ക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതിൻ്റെ കമ്പനിയുടെ ആണോ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അതാ ഇത് തന്നെ വാങ്ങുന്നത്. പിന്നെയുള്ളത് ചീസാണ്. ഇത് സ്ലൈസ് ആയിട്ടുള്ള ചീസാണ് ഉപയോഗിച്ചത്. അതിപ്പോൾ നിങ്ങൾക്ക് മോസറല്ല ചീസായാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഞങ്ങളിപ്പോൾ ഈ ചീസ് വാങ്ങുന്നത് കൊണ്ട് ഈ ചീസ് തന്നെയാണ് ഉപയോഗിക്കാറ് ഇതിന്. ഫസ്റ്റ് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ചിക്കൻ ഫ്രാങ്ക്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. ഇതിന് നമ്മൾ മസാല പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്പെഷ്യലായിട്ട് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഉപ്പൊന്നും സ്പെഷ്യലായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ചിക്കൻ ഫ്രാങ്ക്സ് എന്ന് പറഞ്ഞാൽ ഹാഫ് കുക്കായിട്ട് വരുന്ന സാധനമാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇനിയും ഉപ്പ് ചേർത്തിട്ടുണ്ടോ ഉപ്പ് കൂടിപ്പോവും. ഉപ്പ് സ്പെഷ്യലായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തിക്കായിട്ടുള്ള മസാലയാണ് നല്ലത്. അപ്പോൾ ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഈ മുളക് പൊടിയും ചിക്കൻ മസാലയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് മസാലയുടെ ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് പുരട്ടി കൊടുക്കാൻ മാത്രമാണ്. ആദ്യം നമുക്ക് ചിക്കൻ ഫ്രാങ്ക്സ് എത്ര വേണോ അത് നീളത്തിൽ അരിഞ്ഞെടുക്കുക. നീളത്തിൽ ഒരു ചിക്കൻ ഫ്രാങ്കിന് ഞാനിപ്പോൾ 3 പീസായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു പാക്കറ്റിൽ നമുക്ക് 10 എണ്ണമാണ് കിട്ടുക. 10 ചിക്കൻ ഫ്രാങ്ക്സ് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 5 എണ്ണം എടുത്തിട്ടുണ്ട്. 5 എണ്ണത്തിൽ 1 3 മുറിച്ചിട്ടുണ്ട്. അല്ല, ഇപ്പോൾ 2 ആയിട്ടാണോ മുറിക്കാനുള്ള ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെയും ചെയ്യാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഫ്രാങ്ക്സ് ഒക്കെ ആ മസാലയിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് പുരട്ടിയെടുക്കാം. എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ മസാല എത്തുന്ന രീതിയിൽ പുരട്ടി കൊടുക്കുക. ഇതിൽ മസാലയുടെ കൂടെ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നത് നല്ലതാണ്. ഞാനത് ചേർക്കാൻ വിട്ടുപോയതാണ്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഒരു പാൻ സ്റ്റവിൽ വെക്കുക. പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് തന്നെ ഉപയോഗിക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുക്കിംഗ് ഓയിലായിട്ട് സൺഫ്ലവർ ഓയിലോ ഏത് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രാങ്ക്സ് ഓരോന്നായിട്ട് വെച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് സ്നാക്സ് ആയിട്ട് മാത്രമല്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വേണമെങ്കിലും കഴിക്കാം. കാരണം ഒരു 2 എണ്ണം കഴിക്കുമ്പോൾ തന്നെ വയറ് നല്ലതായിട്ട് ഫുള്ളാവും. അതുകൊണ്ട് ഇത് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഓൾറെഡി കുക്ക്ഡാണ്. എന്നാലും നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ആയി കിട്ടാനായിരിക്കും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ അടുത്ത ഭാഗത്തേക്ക് കൂടി മറച്ചിട്ട് കൊടുക്കണം.
ഇതിപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം, വേറൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ജസ്റ്റ് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്യണം. അതിനായിട്ട് പാൻ സ്റ്റവിൽ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ബട്ടർ മെൽട്ടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ബ്രെഡിൻ്റെ സ്ലൈസസ് വെച്ച് കൊടുക്കുക. ഇതിപ്പം വലിയ പാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 4 ബ്രെഡ് ഇതിൽ വെച്ച് കൊടുക്കാൻ പറ്റും ഫസ്റ്റ് ട്രിപ്പ് തന്നെ. നമ്മളിപ്പോൾ ടോസ്റ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സൈഡ് മാത്രമേ ബ്രെഡിൻ്റെ ടോസ്റ്റ് ചെയ്യുന്നുള്ളൂ, രണ്ട് സൈഡും ടോസ്റ്റ് ചെയ്തെടുക്കുന്നില്ല. തീ എപ്പോഴും ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ അടിവശം കരിഞ്ഞു പോകും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സോസേജ് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു ബ്രെഡിൻ്റെ സൈഡിൽ നമുക്ക് ഏകദേശം 4 സോസേജ് നമ്മൾ സ്ലൈസ് ആക്കി വെച്ച് ഫ്രൈ ചെയ്തെടുത്ത സോസേജാണ്. അപ്പോൾ ഏകദേശം 4 എണ്ണം ഇതിൻ്റെ മുകളിലേക്ക്, ഒരു സ്ലൈസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു സൈഡിൽ വെച്ച് കൊടുത്തതിന് ശേഷം, സോസേജ് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ നേരത്തെ കാണിച്ച സ്ലൈസസ് ആയിട്ടുള്ള ചീസാണ്, അത് മുറിച്ച് ഒരു സ്ലൈസിന് 3 ആയിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ പീസും നമ്മൾ ഈ സോസേജിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 സ്ലൈസ് മുറിച്ച പീസാണ് ഒരു ബ്രെഡിൻ്റെ സ്ലൈസിൻ്റെ മുകളിൽ വെക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ലൈസ് ഫുള്ളായിട്ട്, ചീസ് നല്ലോണം ഇഷ്ടമുള്ള ആൾക്കാരാണ്, ഒന്ന് ഫുള്ളായിട്ട് വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരുപാട് ചീസായി പോവും. അതുകൊണ്ടാണ് ഞാനിപ്പം കുറച്ച് കുറവായിട്ട് യൂസ് ചെയ്താൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് അത് മുറിച്ച് ജസ്റ്റ് ഇങ്ങനെ മാത്രം വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ സൈഡിലുള്ള അടുത്ത ബ്രെഡ് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഇത് മറച്ചിടണം. അപ്പോൾ നമ്മൾ ഈ ചീസ് മെൽട്ടായിട്ട് ബ്രെഡും 2 ബ്രെഡും അതുപോലെ തന്നെ ഫ്രാങ്ക്സും ചിക്കൻ ഫ്രാങ്ക്സും എല്ലാം കൂടി ഒട്ടിപ്പിടിക്കും ഈ ചീസ് മെൽട്ടായി കഴിഞ്ഞാൽ. നമുക്ക് ഫസ്റ്റ് വണ്ണിൽ ചെയ്ത പോലെ തന്നെ രണ്ടാമത്തേലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ കഴിക്കുമ്പോൾ ചൂടോടെ തന്നെ കഴിച്ചാലാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ചൂട് തണിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ച് കുറയുന്നുണ്ട് കേട്ടോ. അപ്പം കഴിക്കുമ്പം ആക്കിയിട്ട് ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ചീസ് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. ബാക്കിയൊക്കെ പെട്ടെന്ന് ആയി കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പം നമ്മളുടെ ബ്രെഡ് ചിക്കൻ ഫ്രാങ്ക്സ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നെക്സ്റ്റ് ടൈം കൂടി എന്തായാലും ഉണ്ടാക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം ചായയുടെ കൂടെ ഒരു സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അടുക്കളക്കൂട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഈ റെസിപ്പി ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അടുക്കളക്കൂട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്